അല്ലേ കുറുപ്പച്ചൻ വന്നേച്ചും പോവാന്നു? ആന്ന് അല്ല വന്നയാ. അപ്പൊ മുറ്റത്താരെയും കണ്ടില്ല. കുഞ്ഞാനപ്പള ഉറക്കമായിരിക്കും. അപ്പൊ പിന്നെ ആരെയും അറിയിക്കണ്ടെന്ന് വിചാരിച്ച്. ഓ എന്തോ പറയാനാ കുറുപ്പച്ച, ഒക്കെ മെനക്കേട് തന്നെ. പള്ളിയിലെ മേത്തട്ടിറക്കി ആഞ്ഞിലിത്തടി വേണമെന്ന് പറഞ്ഞു. പനച്ചമൂട്ടിലെ എല്ലാ പടിയും ഇറങ്ങിയിട്ടാണേലും മാങ്കാങ്കുഴി പോയി ഒപ്പിച്ച്. നല്ല ഒത്ത പൊങ്ങത്തെ തടിയാ. ദേ ഇപ്പൊ പണിക്കും വന്നച്ചും പറയുവാ മേത്തട്ടിന്റെ അടിയില് പണ്ടത്തെ വാരിക്കോലും പൂതലിച്ചേക്കെന്ന്, അതും മാറണമെന്ന്. അതാന്നേ ഇവിടെ അങ്ങ് നിക്കത്തില്ലേ. ദേ പോരാഞ്ഞ് തേക്കും തടിക്കാന്ന് പോലും പണ്ടത്തെ വാരി പണിഞ്ഞേക്കുന്നേ, അതും തേക്ക് പണിഞ്ഞില്ലേ നിക്കത്തില്ലെന്ന്. നമ്മൾ വലഞ്ഞു പോത്തില്ലയോ? ആന്ന് മേത്തട്ടും ഓടും മുഖപ്പും എല്ലാം കൂടെ കേറണ്ടായോ? തേക്കല്ലേ കാണത്തില്ല. അല്ലേലും പഴയ പണിയല്ലയോ. പഴയ ചെയ്ത് പുതുക്കാൻ പോയാ ഇതാ പാട്. എല്ലാം കൂടെ ഇടിഞ്ഞ് നമ്മുടെ മേക്കിട്ട് വീഴും. സൂക്ഷിക്കണം. അതാ നേര്. കുറുപ്പച്ചന് കാര്യം അറിയാം. എല്ലാം കൂടെ ഇടിഞ്ഞിപ്പം എന്റെ നെഞ്ചത്താ വീണേക്കുന്നേ. അതിപ്പോഴും വല്ലവരും പറഞ്ഞിട്ട് കാര്യമുണ്ടോ മാത്തുകുട്ടി? അവനവനായിട്ട് തന്നെ കയറി ഏറ്റതല്ലയോ. പിന്നെ ചുമ്മാനല്ലയോ പറ്റത്തുള്ളൂ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. എനിക്ക് കൊയ്പ്പള്ളി കാരായ്മ വരെ ഒന്ന് പോണം. ചെറുവാരപ്പടിയിലെന്നും പറഞ്ഞൊരു വീടുണ്ട്. അവിടെ ഒരു അടിയന്തരമുണ്ട്. അതാ. അല്ല നല്ല പോക്കാന്നല്ലോ. അടിയന്തരമൊക്കെ അവിടെ നിക്കട്ടെന്നേ. ഇവിടം വരെ വന്നേച്ചും നാ നാലുമുക്കിന് പോയ വിട്ടങ്ങ് പോയാലോ. അപ്പൻ ഇപ്പൊ ഉണരും. ഇച്ചര നേരെ ഇരുന്നേച്ചും പോയാട്ടെ. ഒറ്റയ്ക്ക് ഇരുന്നാലേ അപ്പന് ദീനം കൂടും. കുറുപ്പച്ചനാവുമ്പോഴ് അപ്പനുമായിട്ട് നല്ലൊരു തായമുണ്ട്. വാ വന്നാട്ടെന്ന്. അതിപ്പോ മാത്തുകുട്ടി ഞാൻ പോയേച്ചും വരാം. അത് പോരായോ? അത് പിന്നെയും പോരെ. ഇപ്പഴിച്ചര അനന്ന വെള്ളവും കുടിച്ച് ഒന്ന് മുറുക്കിയച്ചും പോവാന്നേ. വാ വാന്ന്. മുറുക്കിയച്ചും പോവാ. വാ. ദീനായേ ഇച്ചിരി കട്ടൻ കാപ്പി ഇട്ടോണ്ട് വാടി. കാലും മേലും ഒക്കെ വലിച്ചില്ല. ദീനായേ എന്തിയടി നീ? വേണ്ട മാത്തുകുട്ടി, കുഞ്ഞാനോ അപ്പളെ ഉറങ്ങട്ടെ. നമ്മൾ പറയുന്ന കൂട്ട് പ്രായം ചെന്ന രാത്രിക്ക് വേണ്ടുമണ്ണ ഉറക്കം കാണത്തില്ല. മയക്കം കിട്ടുമ്പോൾ മയങ്ങത്തില്ല. അതാ ഞാനങ്ങ് പോയേക്കാമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ കുറുപ്പച്ചന്നില്ലേ, ഞാൻ ആണ്ടാ വരുന്നു. ആട്ടെ. ഇച്ചേരെ കട്ടനിട്ടച്ചും വാടി. ആണ്ടേ ആ കുറുപ്പച്ചനും ഉണ്ട്. നേരം പോയി. ഇനിയും പോണം. രണ്ടു കാലം നിൽക്കാനെ കൊണ്ട് നമുക്ക് സമയമില്ലല്ലോ. പള്ളിക്കമ്മിറ്റിയുണ്ട്. പുല്ലുപറമ്പത്തൊരു മേശരിയുണ്ട്. അയാളെ കണ്ടച്ചും വേണം അതിന് പോവാൻ. ഇച്ചിരി വെള്ളം മേത്തൊഴിച്ചും വരട്ട്. തൊട്ടയെല്ലാം ഇടിഞ്ഞ് വീഴുവല്ല. എടി ദീനാമോ, ഈ മറവേലിയുടെ കൊട്ട വെച്ചിട്ട് നിരക്കി വെച്ചേ. എടി നീ എന്തിയടി? പെണ്ണേ പെണ്ണേ ആണ്ട് വരുന്നപ്പച്ചാ.
അല്ലേ കുഞ്ഞാനാപ്പിള എഴുതിച്ചോ? ആരാ? ഞാനാ കുഞ്ഞാനാപ്പിളെ. പടുകന്റെ മോനെ, എന്റെ പെരയുടെ പടി ചവിട്ടിയേക്കല്ലേ നീ? കുഞ്ഞാനാപ്പിള ഇത് ഞാനാ. എന്റെ വടിയല്ലേ കഴിവക്കേടിന് വന്നേക്കോ അല്ലയോ? എനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇറങ്ങടാ വെളിയില്, ഇറങ്ങാൻ. അത് ഞാനോ ഞാൻ വെച്ചിട്ടുണ്ട്. മല്ലൂക്കരെ ഷാപ്പി വെച്ച് നിനക്കുള്ള അന്നേ തന്നെയാ. പിന്നെ വന്നേക്കുവാ ചോദിച്ചു മേടിക്കാനെ കൊണ്ട്. എന്തുവാ ദീനായെ കുഞ്ഞനാപ്പിള പറയുന്നേ? അപ്പച്ചൻ എന്താ പറയുന്നേ? ആരാന്ന് പറഞ്ഞ അപ്പച്ച സംസാരിക്കുന്നേ? യവ എന്റെ പിറകെ കൂടിയേക്കുവാ. എന്റെ കയ്യെ വന്ന് വീണയാ യവനൊരിക്കെ. ആരാ അപ്പച്ച? അപ്പച്ചൻ ആരുടെ കാര്യം പറയുന്നേന്ന് നിനക്കറിയത്തില്ല പെണ്ണെ. മല്ലൂക്കരെ വടക്കും തൊടിയില് തങ്കച്ചനെന്നും പറഞ്ഞൊരുത്തനുണ്ട്. ഓ, എന്റെ കയ്യേന്ന് വാങ്ങിയച്ചേ ഉള്ളവൻ. വലിയ തണ്ടുമൂപ്പുകാരനാ. കിഴക്കും മലയിലും കണ്ടായിരുന്നു പണി. ഇപ്പൊ പണിയും പോയി, എല്ലാം പോയി. തെക്ക് മടക്ക് നടക്കുവാ അല്ലേടാ? അപ്പച്ച വന്നേ. അപ്പച്ച വാ അപ്പച്ച. അപ്പച്ച, ഇത് മല്ലു കരക്കാരൻ തങ്കച്ചനൊന്നും അല്ല. ആണ്ട നോക്കിക്കേ, ഇത് അപ്പച്ചന്റെ പങ്കുകാരനല്ലയോ? ആണ്ട അപ്പച്ച, ഇങ്ങോട്ട് നോക്കിക്കേ. പറഞ്ഞോട് തീരായേ, പറഞ്ഞോട്. ഞാൻ കുറുപ്പല്ലയോ കുഞ്ഞാനാപ്പിളെ? ശിവരാമ കുറുപ്പ്. ഇങ്ങൊന്ന് നീങ്ങി നിന്നേ, അപ്പച്ചനൊന്ന് കാണട്ടെ. അതല്ലയോ പറഞ്ഞേ, കുഞ്ഞനാപ്പിളക്ക് ടക്കേന്നങ്ങ് ഓർമ്മ പോയ. അതല്ലേ കുഴപ്പമൊന്നുമില്ല. അപ്പച്ച, അപ്പച്ച, ആണ്ടെ കുറുപ്പച്ചൻ വന്നേക്കുന്നു. കുറുപ്പച്ചനോ? കുറുപ്പ്, ശിവരാമ കുറുപ്പ് അല്ലേ? ആട്ടെ, നോയിക്കൊണ്ടാട്ടെ. അപ്പച്ച, അപ്പച്ചൻ എഴുതിച്ചാട്ടെ, നമുക്ക് പുറത്തെ തിണ്ണക്കിരിക്കാം. ഈ മുറിക്കകത്ത് അടച്ചിരുന്നിട്ടാ. ആ, അതാ എപ്പോഴും ഈ മുറിക്കകത്ത് തന്നെ കിടന്നാ തന്നെ കൊള്ളത്തില്ലെന്നേ. വല്ലാത്ത ആവിയല്ലയോ? ആട്ടെ, ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നാട്ടെ. ഒന്നുമില്ലേലും നല്ല വെട്ടവും വെളിച്ചമുണ്ടല്ലോ. എന്നാട്ടെ. എന്താ കുറുപ്പച്ച? ഓ, ഒന്നുമില്ല കുഞ്ഞനാപ്പിളക്ക്. അപ്പന് കുഞ്ഞനാപ്പിളക്ക് എന്തുവാ? ഒന്നുമില്ല. എപ്പോഴും പഴയ കാലം ഓർത്തോണ്ടിരിക്കുക. അതാ. പ്രായമായില്ലയോ കുറുപ്പച്ച? അപ്പൊ പിന്നെ പഴയകാലം ഓർക്കുന്നല്ല ഉള്ളു. അപ്പച്ചനിരി. ഇരുന്ന് വല്ലോ വർത്താനം പറഞ്ഞാട്ടെ. കുഞ്ഞനാപ്പിളെ, അല്ല ഒന്നുമില്ല. ഈ അതാ മറന്നേ. കുഞ്ഞനാപ്പിളയുടെ മരുന്ന് തീർന്നല്ലയോ? ഇനി ഒരു നാളത്തോടിയില്ല. അതാ പറഞ്ഞേ. അതിന്റെ കാര്യം പറയാനാ വന്നേ. അതിപ്പോ പണ്ടാരണ്ടോ പറഞ്ഞ കൂട്ട് തിരക്ക് കിടന്നാ കിട്ടത്തില്ല. വലിയ ക്ഷാമല്ലയോ? നേരാ ഞാൻ പറയുന്നേ. എന്നാ പിന്നെ കൊയ്പ്പള്ളിക്കാരായും അവരെ വന്ന് പോയേച്ചും വരാമെന്ന് വിചാരിച്ചയാ. അല്ല കുഞ്ഞനാപ്പിള എന്താ ഓർത്തോണ്ടിരിക്കുന്നേ? അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവൻ ആനന്ദം കൊണ്ട് നിറയും. അവളെ അനുസരിക്കുന്നവൻ ജനങ്ങളെ വിധിക്കും. അവൾ തൻ്റെ ശിക്ഷണങ്ങളിലൂടെ അവനെ പീഡിപ്പിക്കും. തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കും. ചേടാ,
കുഞ്ഞനാപ്പിള ഇത് ആരുടെ കാര്യമാ പറയുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ലല്ലോ. ജ്ഞാനം. അവളെ കൈവെടിയുന്നവൻ മൗഢ്യത്തിലേക്ക് പതിക്കും. ഓ, അപ്പൊ വേദാന്തമാ അല്ലയോ?